അർദ്ധവാർഷിക പരീക്ഷ 2ാം ക്ലാസ് ലിസാനുൽ ഖുർആൻ. പ്രധാനമായും പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരുന്ന 5, 6, 7 എന്നീ 3 പാഠങ്ങളുടെ റിവിഷൻ വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മറ്റു 2 പാഠഭാഗങ്ങളുടെ വീഡിയോയുടെ ലിങ്ക് കമൻറ്റിലുണ്ട്. ആവശ്യമുള്ള ആളുകൾക്കത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഒരുപോലെ വരുന്ന വാക്കുകളിലുള്ള വൈരുദ്ധ്യങ്ങളായ അർത്ഥങ്ങൾ, അതുപോലെ തന്നെ മറ്റു വാക്കുകളുടെ ആശയങ്ങൾ, ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ എല്ലാം ഉൾപ്പെടുത്തിയ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഉപകാരപ്രദമായ വീഡിയോയാണ്. പാഠഭാഗങ്ങളിലെ എല്ലാ വിഷയങ്ങളും മനസ്സിലാക്കി നമുക്ക് കുട്ടികൾക്ക് വളരെ എളുപ്പത്തിൽ പഠിപ്പിക്കാവുന്നതാണ്. നേരെ പാഠത്തിലേക്ക് കടക്കാം. ലിസാനുൽ ഖുർആൻ പാഠം 6. ഫിൽ ജൈബി കലമുൻ. കീശയിൽ പേനയുണ്ട്. പല വ്യത്യസ്തങ്ങളായ ചിത്രങ്ങൾക്ക് നേരെ അതിൻ്റെ അറബി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആശയവും പ്രയോഗങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ആദ്യം നിങ്ങൾക്ക് കൊട്ടയിലാക്കിയ മാങ്ങയുടെ ചിത്രം കാണാം. ഫിസല്ലത്തി മാഞ്ച. കുട്ടയിൽ മാങ്ങയുണ്ട്. കൊട്ടയിൽ എന്നുള്ളതിൻ്റെ ഇൽ എന്നുള്ളത് ഫീയാണ്. സെല്ലത്ത് എന്നുള്ളത് കൊട്ടയാണ്. മാഞ്ച മാമ്പഴമാണ്. കൊട്ടയിൽ മാങ്ങയുണ്ട്. അപ്പോൾ ഇൽ എന്നുള്ളതിൻ്റെ സ്വരം ലഭിക്കാനാണ് നമ്മൾ ഫീ കൊടുത്തിട്ടുള്ളത്. അടുത്തത് കീശയിൽ കുത്തിയ പേനയുടെ ചിത്രമാണ് അവിടെ കാണുന്നത്. ഫിൽ ജൈബി കലമുൻ. കീശയിൽ പേനയുണ്ട്. ആ ഇൽ എന്നുള്ളതും ഫീ ആണ്. ജൈബ് കീശയാണ്. കലമുൻ പേനയാണ്. ഇതാണ് നമ്മുടെ പാഠത്തിൻ്റെ ഹെഡിങ് ആയി വന്നിട്ടുള്ളത്. ഇനി കാറിൻ്റെ ഒരു ചിത്രം നിങ്ങൾക്ക് കാണാൻ കഴിയും. ഫിസ് സയ്യാറത്തി സവ്വാക്കുൻ. കാറിൽ ഡ്രൈവറുണ്ട്. സയ്യാറത്ത് എന്ന് പറഞ്ഞാൽ കാറാണ്. സവ്വാക്കുൻ എന്ന് പറഞ്ഞാൽ ഡ്രൈവറാണ്. ഡ്രൈവർ പുറത്തേക്ക് തല നീട്ടി ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അവിടെയും കാറിൽ എന്നുള്ള ഇൽ എന്നുള്ളത് അർത്ഥം വന്നിട്ടുള്ളത് ആ ഫീ കാരണമാണ്. മരക്കൊമ്പിലിരിക്കുന്ന മനോഹരമായ ഒരു തത്തയുടെ ചിത്രത്തിന് നേരെ അലഷജറത്തി ബബ്ആവുൻ എന്ന് കൊടുത്തിട്ടുണ്ട്. കൊമ്പിൻ്റെ മേലെയാണ്. അപ്പം മരത്തിൻ്റെ മേൽ അഥവാ മരത്തിൽ തത്തയുണ്ട്. അപ്പം മേലെ എന്ന് പറയുമ്പോൾ മരത്തിൻ്റെ മേലെ, മരവും കഴിഞ്ഞിട്ടല്ല, മരക്കൊമ്പിൽ, മരത്തിൻ്റെ മേൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മരക്കൊമ്പിൽ എന്നുള്ള മരത്തിൽ എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ അവിടെ മേലെ എന്നുള്ള അർത്ഥം വരുന്നത് ആ അല വന്നതുകൊണ്ടാണ്. ഷജറത്ത് മരമാണ്, ബബ്ആവ് തത്തയാണ്. ഇനി ടേബിളിൻ്റെ മുകളിൽ വെച്ച വത്തക്ക നമുക്ക് കാണാം. അതിന് നേരെ അല തോവിലെത്തി ബിത്തീഹത്തുൻ. മേശയുടെ മേൽ ബത്തക്കയുണ്ട്. അവിടെ മേശയുടെ മേൽ എന്നുള്ള ആ മേൽ എന്നുള്ള അർത്ഥം വന്നത് അലയെ കൊണ്ടാണ്. തോവിലത്ത് മേശയാണ്, ബിത്തീഹൻ ബത്തക്കയാണ്. ഇനി തൊപ്പി ധരിച്ചുകൊണ്ടുള്ള ഒരു ആൺകുട്ടിയുടെ ചിത്രമാണ് കാണുന്നത്. അലർ റഅ്സി കലൻസുവത്തുൻ. തലയിന്മേൽ അഥവാ തലയിൽ തൊപ്പിയുണ്ട്. തലയുടെ മേലല്ല, തലയിൽ തന്നെയാണ്. അതാണ് ആ അല കൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തലയുടെ മേൽ എന്നുള്ള അർത്ഥം വരാൻ അവിടെ കൊടുത്തത് അലയാണ്. റഅ്സ് തലയാണ്. കലൻസുവത്ത് എന്ന് പറഞ്ഞാൽ തൊപ്പിയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് പ്രധാനമായും ഈ പാഠഭാഗത്തിൽ വന്നിട്ടുള്ള ചിത്രങ്ങളും അതിൻ്റെ അറബിയും ആശയവും. ഈ പാഠഭാഗത്തിലൂടെ ഉദ്ദേശിക്കുന്നത് കുട്ടികൾക്ക് ഫി, അല എന്നീ 2 അക്ഷരങ്ങളുടെ പ്രയോഗങ്ങളും അതിൻ്റെ ആശയങ്ങളും അർത്ഥവും പഠിപ്പിക്കുക എന്നുള്ളതാണ്. ഫി എന്ന് പറഞ്ഞാൽ ഇ എന്നുള്ള സ്വരത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഫി കൊടുക്കണം. മേൽ എന്നുള്ള ഉമ്മയുടെ മേൽ, വാപ്പയുടെ മേൽ, പിന്നെ അതുപോലെ മേൽ എന്നുള്ള ആ അർത്ഥത്തിലേക്ക് അർത്ഥം വരുന്നതിന് വേണ്ടി അല നൽകണം എന്നുള്ളത് പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ പാഠം വന്നിട്ടുള്ളത്. ഇനി നമുക്ക് താഴോട്ട് ഹയ്യാ നക്റഹു, വരൂ നമുക്ക് വായിക്കാം എന്നുള്ള ഭാഗത്തേക്കൊന്ന് പോകാം. ഫി ബൈത്തി ദറാജത്തുൻ. എൻ്റെ വീട്ടിൽ സൈക്കിളുണ്ട്. വീട്ടിൽ അവിടെ കണ്ടില്ലേ ഫി. ഫിൽ മദ്രസത്തി അസ്ദിഖാഉൻ. മദ്രസയിൽ കൂട്ടുകാരുണ്ട്. അല യദി സാഅത്തുൻ. അല എന്ന് പറഞ്ഞാൽ മേൽ എന്നുള്ള അർത്ഥമാണ്. എൻ്റെ കയ്യിന്മേൽ, മേൽ വാച്ചുണ്ട്. സാഅത്തുൻ എന്ന് പറഞ്ഞാൽ വാച്ച്, യദുൻ കൈയാണ്. ഓരോ വാക്കുകളുടെ അർത്ഥങ്ങളും കൂടെ നമ്മൾ കുട്ടികൾക്ക് പ്രത്യേകം പഠിപ്പിച്ചു കൊടുക്കണം. ആശയം മാത്രം പഠിപ്പിച്ചു കൊടുത്താൽ ഒരു പക്ഷേ പരീക്ഷയ്ക്ക് ആ വാക്കിൻ്റെ അർത്ഥം മാത്രം ചോദിച്ചാൽ കുട്ടികൾക്ക് കിട്ടാതെയാവും, അല്ലെങ്കിൽ അർത്ഥം മാറിപ്പോവും.
അലാ റഅസി കൽസുവത്തുൻ, എൻ്റെ തലയിന്മേൽ തൊപ്പിയുണ്ട്. ഇനി അടുത്ത പ്രവർത്തനം വന്നിട്ടുള്ളത് നഖ്താറു മിനൽ ഖൗസൈനി വ നുകമ്മിലു ഫി അല. ഫി അല ബ്രാക്കറ്റിൽ നിന്നും തിരഞ്ഞെടുത്ത് പൂരിപ്പിക്കുക എന്നുള്ളതാണ്. കൊട്ടയിലുള്ള പഴം കാണാം, അതുപോലെ തന്നെ മേശയുടെ മുകളിലുള്ള പപ്പാഴയാണ്, പിന്നെ ബാഗുണ്ട്, മരത്തിലിരിക്കുന്ന തത്തയുണ്ട്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഫിസ് സല്ലത്തി മൗസുൻ, കൊട്ടയിൽ പഴമുണ്ട്. അപ്പോൾ അവിടെ ഫീ ആണ്, കാരണം കൊട്ടയിലല്ലേ. അപ്പോൾ കൊട്ടയിൽ എന്നാവുമ്പോൾ നമ്മൾ ഫീ ആണ് തിരഞ്ഞെടുക്കേണ്ടത്. ഇനി മേശ പുറത്താകുമ്പോഴോ, മേശൻ്റെ മേലല്ലേ, അപ്പോൾ നമുക്കറിയാം അലയാണ് വേണ്ടത്. അല തോവിലെത്തി ബബായ, മേശയുടെ മേലിൽ പപ്പായയുണ്ട്. ഇനി ബാഗിൽ ബുക്ക് നിങ്ങൾ കാണുന്നില്ല, അപ്പോൾ ബാഗിൻ്റെ മേലല്ലല്ലോ, ബാഗിലല്ലേ. ഫിൽ ഹഖീബത്തി കിതാബുൻ, ബാഗിൽ ബുക്കുണ്ട്. മരത്തിൻ്റെ മുകളിലാണല്ലോ ഇരിക്കുന്നത്. അല ഷജറത്തി ബബ്ആഉൻ, മരത്തിന്മേൽ തത്തയുണ്ട്. ഇങ്ങനെയാണ് അതിന് നമ്മൾ അല ഫീ കൊടുക്കേണ്ടത്. ഇനി നഖ്റഉ മിനൽ ഖുർആനി, ഖുർആനിൽ നിന്ന് നമുക്ക് ഓതാം. ഈ ആയത്ത് കൊടുക്കുന്നത് നമ്മൾ പഠിച്ച ഭാഗങ്ങളുമായിട്ട് ബന്ധമുണ്ടാകും. ഫീ സുദൂരിന്നാസ്, അതിൻ്റെ അർത്ഥം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ എന്നാണ്. വലാ യഹുല്ലു അലാ ത്വആമിൽ മിസ്കീൻ, അതിൻ്റെ അർത്ഥം അവൻ അഗതിക്ക് ഭക്ഷണം കൊടുക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല, അത് ചെയ്യുന്നില്ല എന്നർത്ഥം. അപ്പോൾ ഇതാണ് ഈ പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ. ഇത് വായിച്ചു കഴിഞ്ഞതിലൂടെ കൃത്യമായിട്ട് നമുക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് മറ്റു 2 വീഡിയോകളുടെ ലിങ്ക് കമൻറ്റിലുണ്ട്, ആവശ്യമുള്ളവർക്ക് അതും കൂടെ ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇതുപോലത്തെ മറ്റു വീഡിയോകൾ നഷ്ടമാവാതിരിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക. ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യുക. നല്ല നല്ല വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം.